ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ് നമ്മളവിടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയ പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ? നമ്മൾ സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഗൂഗിൾ, യാഹൂ, ബിങ്, ഇതൊക്കെ സെർച്ച് എഞ്ചിനുകളാണ്. ഇതിലൊക്കെ നമ്മുടെ വെബ്സൈറ്റിനെയോ നമ്മുടെ ബിസിനസ്സിനെയോ ടോപ്പിലെത്തിക്കുന്ന ക്രൈറ്റീരിയ പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. 3 ടൈപ്സ് ഓഫ് SEO ആണ് നമുക്കുള്ളത്: ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ SEO. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അതായത് നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ടാഗ്, ഇമേജുകൾ, എക്സിട്ര ഇതൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. എന്നാൽ അതിന് ഓപ്പോസിറ്റായി നമ്മുടെ വെബ്സൈറ്റിന് പുറത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. ലൈക്ക് ബ്ലോഗ് പോസ്റ്റിംഗ്, കമൻറ്റിങ്, എക്സിട്ര ഇതിനൊക്കെയാണ് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ടെക്നിക്കൽ SEO. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സെർച്ച് എഞ്ചിനുകൾക്ക് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിംഗ് പേജ് ടെക്നിക്കലി അനലൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയ പറയുന്ന പേരാണ് ടെക്നിക്കൽ SEO. നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺ പേജ് SEO, ഓഫ് പേജ് SEOയും കറക്റ്റായി ഈ സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതം അനുസരിച്ച് കറക്റ്റായി നമ്മൾ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായി കൊടുത്താൽ ഈ ടെക്നിക്കൽ SEOയിൽ നമ്മുടെ പെർഫോമൻസ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കൂ. അതിലൂടെ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ സെർച്ച് എഞ്ചിനുകൾ നമ്മുടെ സൈറ്റ് ടോപ്പിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു. ഗുണകരമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.